എല്ലാവർക്കും നമസ്കാരം. ട്രാവലിംഗ് ടെക്കിയുടെ ഉസ്ബെക്കിസ്ഥാൻ ട്രാവൽ സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ താഷ്കന്തിൽ നിന്ന് സമർഖണ്ഡിൽ വന്നു. നമ്മൾ ബുള്ളറ്റ് ട്രെയിനിലാണ് വന്നത്. ഹോട്ടൽ റൂമും കാര്യങ്ങളൊക്കെ എടുത്തു. അതൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഞാൻ റൂമൊക്കെ ചെന്നു, ജസ്റ്റ് സാധനങ്ങളൊക്കെ വെച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഇതിപ്പോൾ ആക്ച്വലി രജിസ്ഥാൻ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ ഒരു രജിസ്ഥാൻ സ്ക്വയറിനടുത്ത് തന്നെ നമുക്ക് ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ നടന്ന് പോയി കാണാൻ പറ്റുന്ന കുറേയധികം മൊസോളിയംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമീർ തിമൂറിൻ്റെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ 1-2 അട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിനകത്ത് കവർ ചെയ്യാം, ഒപ്പം ലഞ്ചും കൂടെ കഴിക്കാം. അങ്ങനെയൊക്കെയുള്ളൊരു പ്ലാനൊക്കെ ആയിട്ട് ഞാൻ ജസ്റ്റ് ഇറങ്ങിയതാണ്. ഫുൾ ഗ്രീനിയാണ് കേട്ടോ. ഇവിടെ എന്താ പറയുക, നല്ല രീതിയിൽ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കി ഇട്ടിരിക്കുന്ന ഒരു വലിയൊരു ഏരിയയാണ് ഈ ഒരു രജിസ്ഥാൻ സ്ക്വയർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി പോകാൻ പോകുന്നത് റുഗ്ബോഡ് മൊസോളിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊസോളിയത്തിലേക്കാണ്. മൊസോളിയം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മരിക്കുന്ന ആൾക്കാരുടെ ശവകുടീരം. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ ആദ്യത്തെ യാത്ര. അപ്പം ഞാൻ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ റോഡിൻ്റെ ആ ഒരു സൈഡ് ഫുള്ള് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 1 മണിയൊക്കെ ആകുന്നു. അപ്പോൾ അവിടെ ലഞ്ചിൻ്റെ കുറേയധികം പരിപാടികളും കാര്യങ്ങളൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ആ ഹോട്ടലുകളിലെല്ലാം റെസ്റ്റോറൻറ്റുകളിലെല്ലാം ഓരോരോ പരിപാടികളൊക്കെ. അപ്പോൾ ഞാനങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് റുഗ്ബോഡ് മൊസോളിയം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതൊരു ശവകുടീരമാണ്, ആക്ച്വലി ടോംബാണ്. അപ്പം അങ്ങോട്ടേക്ക് നടന്നു പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അറിയത്തില്ല. ഇവിടുത്തെ ഈ ഒരു ഇലക്ട്രിക് ടൈപ്പിലുള്ള സ്കൂട്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ഈ ഒരു ഏരിയയിലൊക്കെ നിങ്ങൾക്ക് ഒക്കെ നടക്കാനൊക്കെ പറ്റും. മീൻസ് ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ പറ്റും. റോഡും കാര്യങ്ങളൊക്കെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. ചില സ്ഥലങ്ങളിൽ ഗട്ടറും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. എങ്കിലും ഓവറോൾ എന്താ പറയുക, നല്ല രീതിയിൽ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു റോഡിൻ്റെ 2 സൈഡിലും റെസ്റ്റോറൻറ്റൊക്കെയാണ് കേട്ടോ. ഒരു റോഡിലോട്ടൊക്കെ സംഭവങ്ങളൊക്കെ ഇറക്കിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ നിന്നൊന്നും കഴിക്കുന്നില്ല. എന്തായാലും KFC ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ വന്നിട്ട് KFC ട്രൈ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ. പോരെങ്കിൽ നല്ല റേറ്റൊക്കെ കുറവാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ആ വഴിക്ക് ആ ഒരു ഏരിയയിലുള്ള സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യുകയാണ് ലക്ഷ്യം കേട്ടോ. അങ്ങനെ നടന്ന് നമ്മളൊരു ചെറിയ പാർക്കിൻ്റെ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. അവിടെ ഒരു 2 സിംഹമല്ലല്ലോ, പുലി ഇടുന്നുണ്ട്. അവിടെ ചെറിയൊരു ടോംബ് കണക്കൊരു സംഭവം കാണുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ കണ്ടോ, അതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന റുഗ്ബോഡ് മൊസോളിയം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് എന്തായാലും ഇതുവഴി നടന്ന് പോകാം കേട്ടോ. ഇവിടെ എല്ലാം നല്ല പാർക്കുകൾ അത്യാവശ്യം ഗ്രീനൊക്കെ ആയിട്ട് സെറ്റപ്പൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. എന്തായാലും നടക്കുവാണ്. അപ്പോൾ ഈ 2 ടൈഗർ സംഭവം സിമ്പിളല്ല. ഇത് ആക്ച്വലി ഒരു മെമ്മോറിയലാണ്. മെമ്മോറിയൽ ഓഫ് സമർഖണ്ഡ് ടൈഗേഴ്സ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ടൈഗേഴ്സ് ഇങ്ങനെ ഇരിക്കുന്ന സംഭവം. അതുപോലെ ഈ കാണുന്ന ഈ ഒരു പാർക്ക് എന്ന് പറയുന്നത് അമീർ തിമൂർ പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ അമീർ തിമൂർ എന്ന് പറയുന്നത് പണ്ട് ഈ ഒരു ഉസ്ബെക്കിസ്ഥാൻ ഭരിച്ചിരുന്ന വലിയൊരു ടീമാണ്, തിമൂർ. ഓക്കെ, അപ്പോൾ പുള്ളിയുടെ ഓർമ്മയ്ക്കായിട്ട് ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സമർഖണ്ഡിലും താഷ്കണ്ടിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ മെമ്മോറിയൽ ഓഫ് സമർഖണ്ഡ് ടൈഗേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. 2 ടൈഗേഴ്സ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇനിയിപ്പം ആ സ്ഥലത്തോട്ട് പോകണം. ആദ്യം അവിടെ പോകണം, ഇവിടെ പോയിട്ട് അവിടെ പോവാം, നോക്കാം. അങ്ങനെ നമ്മളിത് സമർഖണ്ഡിലെ വളരെ ഫേമസ് ആയിട്ടുള്ള റുഗ്ബോഡ് മൊസോളിയത്തിൽ വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ശവകുടീരമാണ്. അപ്പോൾ അമീർ തിമൂർ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. പുള്ളി ഈ ഒരു എൻ്റെ ഉസ്ബെക്കിസ്ഥാനൊക്കെ അടക്കി ഭരിച്ചിരുന്നൊരു പുള്ളിയാണ്. അപ്പോൾ അമീർ തിമൂറിൻ്റെ എന്താ പറയുക, 2 മക്കളെയും അവരുടെ 2 ഗ്രാൻഡ് സണ്ണിനെയും അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഈ ഒരു റുഗ്ബോഡ് മൊസോളിയം എന്ന് പറയുന്ന സംഭവം. ഇത് ആക്ച്വലി ഒരു പേർഷ്യൻ മംഗോളിയൻ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമായിട്ട് നിലനിൽക്കുന്നൊരു സംഭവമാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അമീർ തിമൂർ മൊസോളിയം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സമർഖണ്ഡ് അല്ലെങ്കിൽ എൻ്റെ ഉസ്ബെക്കിസ്ഥാനിലെ ആർക്കിടെക്ചറുകളിലെല്ലാം ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട്. എല്ലാത്തിലും ഒരു ബ്ലൂ എന്താ പറയുക സംഭവങ്ങളുണ്ട്. പിന്നെ വേറൊരു സ്കാം, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഫ്രീ എൻട്രിയാണ്. പക്ഷേ ചില ആൾക്കാർ നമ്മൾ പുതിയതാണ്, ഇവിടെ പരിചയമില്ലാത്ത ആൾക്കാരാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസ് ഫീ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് നൈസിന് പേയ്മെൻറ്റൊക്കെ ചെയ്യിപ്പിച്ച് എടുക്കുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഒരു സ്കാമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിക്കോണം. ഓക്കെ, അപ്പം പിന്നെ ഉണ്ടല്ലേ ഇവിടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, സമർഖണ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വെച്ചേക്കുന്നുണ്ടോ ഇവിടെ. അടിപൊളി, ആൾക്കാർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്.
സമർഖണ്ഡ്. നൈസ്. അപ്പോൾ ഇവിടെ സമർഖണ്ഡ് ഈസ് ദ പേൾ ഓഫ് ദ എർത്ത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ടാണ് അമീർ തമ്മൂർ മസോളി നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതൊരു നൈസ് ഐഡിയ കേട്ടോ. പിന്നെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് എൻട്രി ഫീ ഇല്ല എന്തായാലും, പക്ഷേ നല്ലൊരു മകുടവും അതിൻ്റെ ഡോമും കാര്യങ്ങളൊക്കെ അത് നല്ല രസമുണ്ട് കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, ഇതിനകത്തേക്ക് എൻട്രി ചെയ്യാനായിട്ട് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ടിക്കറ്റ് എടുക്കാനായിട്ടാണ് ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ടിപ്പിക്കലായിട്ടുള്ള ഒരു ഉസ്ബക്ക് സ്റ്റൈലിലുള്ള ഒരു ബ്ലൂ തീമിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതിട്ടിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്താൽ നല്ല രസമായിരിക്കും കേട്ടോ. ആ ഒരു ബ്ലൂ തീം നമ്മുടെ ഡ്രസ്സിൻ്റെ തീമും കൂടെ വരുമ്പോഴേക്കും നല്ല രീതിയിൽ ഇറച്ചി നിൽക്കും. അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. കണ്ടില്ലേ, കുറേ ആൾക്കാരുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അകത്ത് കയറാനായിട്ട്. അപ്പോൾ നമ്മൾ നോക്കട്ടെ പോയിട്ട്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ മസോളിയത്തിൻ്റെ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ. അകത്ത് ഒരു ഗ്രൂപ്പിനെ ആൾക്കാർ ബ്രീഫിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ കുറേ കല്ലും കാര്യങ്ങളൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. എന്തോ വലിയ സംഭവമാണെന്നാണ് തോന്നുന്നത്. പക്ഷേ അമീർ തമ്മൂർ മസോളിയത്തിൻ്റെ ആ ഒരു ഇത് കണ്ടില്ലേ, ആ ഒരു ഡോം നല്ല രസമുണ്ട് കേട്ടോ ഫുള്ള് കാണാനായിട്ട്. ബ്ലൂ തീമിൽ കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ട്, കണ്ടില്ലേ. അതുപോലെ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മസോളിയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു പള്ളിയൊക്കെയാണ്. ഇവിടെ ആക്ച്വലി നിസ്കാരവും സംഭവങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ സമയങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കാണാം. ഇപ്പം ഇവിടെ കണ്ടില്ലേ ആ ഒരു മസോളിയത്തിൻ്റെ ടോപ്പ് ഭാഗങ്ങൾ. ഇതൊരു പഴയ സംഭവമാണെന്ന് തോന്നുന്നു. കാരണം ആ ഒരു പഴയ ടൈപ്പിലുള്ള കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ അതിൻ്റെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ട അമീർ തമ്മൂറുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. കണ്ടില്ല, ഇതെല്ലാം ടൂറിസ്റ്റ് ബസ്സിനകത്ത് ഇവിടെ വരുന്ന ആൾക്കാരാണ്. ഇതൊക്കെ കാണാനൊക്കെ ആയിട്ട് ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വലിയ ബസ്സൊക്കെ പിടിച്ച് വന്ന് കണ്ടിട്ട് പോകുന്ന ടീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു വലിയൊരു പാർക്കാണ്. അമീർ തമ്മൂർ പാർക്ക് എന്നാണ് ഇതിൻ്റെ ഒരു വലിയൊരു പാർക്കിൻ്റെ പേര്. ഇതൊരു വലിയൊരു എൻ്റയർ ഏരിയ ഉള്ളൊരു വലിയൊരു പാർക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാർക്ക് ഫുള്ള് കറങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയയൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സൈഡിലോട്ട് പോകുന്നത്. ഇതേ ആ ഒരു മസോളിയം. അപ്പോൾ ഇതാണ് അമീർ തമ്മൂർ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ വലിയൊരു പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനോട് ചുറ്റുമായിട്ടാണ് ആ ഒരു വലിയ പാർക്കും ബാക്കി സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അവിടെ എന്തോ ഒരു മ്യൂസിക്കൽ ഡ്രാമയുടെ എന്തോ ഒരു സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നു മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. പിന്നീട് നമ്മളിതേ വന്ന വഴി നമ്മുടെ ഹോട്ടലിതേ ആ ഒരു ഏരിയയിലാണ്. അവിടെ നിന്നാണ് നമ്മൾ നടന്ന് ഈ ഒരു ഏരിയയിലൊക്കെ പോയി കറങ്ങിയിട്ട് ഇങ്ങനെ വന്നത്. ഇനി നമുക്ക് ഇങ്ങോട്ട് പോകണം. ഇവിടുത്തെ അമീർ തമ്മൂറിൻ്റെ വലിയൊരു പ്രതിമ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പാർക്കിലൂടെ ഇങ്ങനെ നടക്കുകയാണ്, അമീർ തമ്മൂർ പാർക്കിലൂടെ. നല്ല കിട്ടില്ല ഒരു പാർക്കും സംഭവങ്ങളൊക്കെയാണ്. ഫുൾ ഗ്രീനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പച്ചപ്പ് ഹരിതാഭ, ഒരു രക്ഷയില്ല. ഉസ്ബെക്കിസ്ഥാൻ വേറെ ലെവലാണ്. അപ്പോൾ അതേ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്കത് 1 കിലോമീറ്റർ നടക്കാനുണ്ട് KFC-ലോട്ട് പോവുക, ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ ഈ പാർക്കിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, ലവേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. സോ പിന്നെ ഇന്നിവിടെ ഏതോ ഒരു കോളേജിൽ കോൺവെക്കേഷൻ നടന്നിട്ടുണ്ട്. അതിൻ്റെ ആ തൊപ്പിയൊക്കെ വെച്ചിട്ട് കുറേ കുട്ടികളെ ഞാൻ കണ്ടു. ഇതേയിൽ അവിടെ ഒരു ഗ്രൂപ്പ് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുകയാണ്. കണ്ടില്ലേ, അയ്യോ നടന്ന് പോവുകയാണേ. അങ്ങനെ ഉസ്ബെക്കിസ്ഥാനിലെ KFC-യിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ ലഞ്ച് കഴിക്കുന്നത്. അകത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കട്ടെ. തുറക്കുന്നില്ലല്ലോ, ഇങ്ങോട്ടാണ്. സെറ്റ് എന്തെങ്കിലും മേടിക്കട്ടെ, കഴിക്കട്ടെ. അപ്പോൾ KFC റൈറ്റ്സ് ഫിംഗർ ലിക്കിംഗ് ഗുഡ് എന്നുള്ള സ്ലോഗനും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അതേ ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്ന ലഞ്ചാണ് കേട്ടോ. ഇതിന് 30,000 സോമായിട്ടുണ്ട്. എന്താണിത്, എന്തൊരു ബർഗർ ടൈപ്പിലുള്ളൊരു സാധനം. പിന്നെ ഇത് ചപ്പചോറുണ്ടൊക്കെയോ. ഓക്കെ ഫൈൻ, എനിവേ കഴിച്ചിട്ട് കാണാട്ടോ. അപ്പോൾ KFC ഒക്കെ കഴിച്ചിട്ട് തിരിച്ച് വീണ്ടും ഞാൻ ഹോട്ടലിൻ്റെ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെയൊക്കെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പുതിയ ടൈപ്പ് കെട്ടിടങ്ങളും ഉണ്ടെങ്കിലും കൂടുതലും ഇതാണ്. പക്ഷേ മെയിൻ്റനൻസും സംഭവങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. പാർക്കും കാര്യങ്ങളൊക്കെ നല്ല കിട്ടിലിനാട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ അത് നല്ലൊരു കാര്യമാണ് ആക്ച്വലി. ഇതെന്തോ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ടൂറിസം അങ്ങനെന്തോ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ തിരിച്ച് ഹോട്ടലിൻ്റെ സൈഡിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉസ്ബെക്കിസ്ഥാനിലെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു റഷ്യൻ മിക്സ് പറയും. ഉസ്ബെക്കിസ്ഥാനിൽ ബേസിക്കലി 90%ഉം ഇസ്ലാം മത വിശ്വാസികളാണ്. ഓക്കെ, പിന്നെ പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ഇപ്പോഴത്തെ റഷ്യയുടെ കീഴിലായിരുന്നു ഈ ഒരു ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മിക്സ് ലുക്ക് വരും. റഷ്യൻസിൻ്റെ ആ ഒരു ലുക്ക് കൂടി ചില ആൾക്കാർക്ക് നല്ല സ്കിന്നി ആയിട്ട്
നീളത്തിലൊക്കെ ഉള്ള കുറേ ആൾക്കാരെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ചില ആൾക്കാരുടെ ഫേസ് കട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് റഷ്യൻ ലുക്കും കാര്യങ്ങളൊക്കെ മുകളിലോട്ട് മീൻസ് ഉസ്ബെക്കിസ്ഥാനീസ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ അയ്യോ നല്ല വെയിലുണ്ട്, പക്ഷേ ചൂടറിയുന്നില്ല. നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ പോയി ചത്തേനെ. അങ്ങനെ ഞാൻ ജസ്റ്റ് തിരിച്ച് ആ അമീർ തമൂർ സ്ക്വയറിൻ്റെ അവിടെ ആ ഒരു പാർക്കിൻ്റെ അവിടെയൊക്കെ പോയിട്ട് നേരെ തിരിച്ച് റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയി കുറച്ച് നേരം കിടന്നു. എന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ സമർഖണ്ഡിൻ്റെ ഐക്കോണിക് സിമ്പിളായിട്ടുള്ള രജിസ്ഥാൻ സ്ക്വയറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റ് നിന്നുള്ളൊരു കാഴ്ചകൾ കാണാം. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഇവിടെ സ്റ്റെപ്പ് കണക്ക് കിടക്കുന്ന കണ്ടില്ലേ, ഇവിടെ വൈകുന്നേരം ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കണക്ക് ആൾക്കാർ നാളെ ഈ ഒരു വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് നിറയും. ഈ കാണുന്ന 3 മോസ്കുകൾ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അലങ്കരിക്കും കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് രജിസ്ഥാൻ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലം. സമർഖണ്ഡിൽ വരുന്ന എല്ലാ ആൾക്കാരും മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. ആ ഒരു സൈഡിൽ കുറച്ച് എന്താ പറയുക റിനോവേഷൻ വർക്കോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ രജിസ്ഥാൻ സ്ക്വയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് എൻ്റെ ഹോട്ടൽ കേട്ടോ ആക്ച്വലി. അപ്പം ഈ രജിസ്ഥാൻ സ്ക്വയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇത് 3 മദ്രസകൾ ചേർന്നിട്ടുള്ളൊരു സംഭവമാണ്. 3 മദ്രസകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മദ്രസയാണ് ഉലൂഗ് ബഗ് മദ്രസ എന്ന് പറഞ്ഞിട്ട് 1400-ാം ആണ്ടിലാണ് ഈ ഒരു മദ്രസ പണി കഴിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് ഈ സെൻട്രലിൽ കാണുന്ന മദ്രസയാണ് ടില്യ കോറി മദ്രസ എന്ന് പറഞ്ഞിട്ട് 1600-ാം ആണ്ടിലാണ് ഈ ഒരു മദ്രസ പണി കഴിപ്പിച്ചത്. പിന്നീട് ഷെർഡോൺ മദ്രസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം, ഇതും 1600-ാം ആണ്ടിൽ പണി കഴിച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ രജിസ്ഥാൻ സ്ക്വയർ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമി എന്നാണ് ആക്ച്വലി ആ ഒരു വേർഡിൻ്റെ മീനിങ് വരുന്നത്. അപ്പം പണ്ട് കാലത്ത് ഈ ഒരു അമീർ തമൂറിൻ്റെ സമയത്ത് എന്താ പറയുക രാജകീയ വിളംബരങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഒരു രജിസ്ഥാൻ സ്ക്വയർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. 2001 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ഇതിൽ എന്താ പറയുക ഇടം പിടിച്ചൊരു സ്ഥലം കൂടിയാണ്. പിന്നീട് ഒരുപാട് ഷോകളും എന്താ പറയുക ഇവൻറ്റുകളും ഫെസ്റ്റിവലും ഒക്കെ നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് ചോർസു ഗാലറി അങ്ങനെയൊക്കെയുള്ള 1-2 ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് തൊട്ടടുത്ത് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്താ പറയുക ഈ രജിസ്ഥാൻ സ്ക്വയർ എന്ന് പറയുന്നത് സമർഖണ്ഡിൻ്റെ ഒരു ഐക്കോണിക് സിമ്പിളാണ്. സോ ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും മസ്റ്റായിട്ട് ഇതിനകത്ത് കയറി ഇതൊക്കെ കണ്ട് ഈ ഒരു 3 മദ്രസകൾ കണ്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും പതുക്കെ അകത്തോട്ട് കയറിയിട്ട് ഇതിനടുത്തോട്ടൊക്കെ ചെന്നിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കുറച്ചുകൂടെ അടുത്തായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഒരു പാർക്കിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ കയറി പോകുമ്പോഴത്തേക്കാണ് ഇതിനകത്തോട്ട് പോകാനുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും ടിക്കറ്റും ചാർജും ഒക്കെ ഉണ്ടാവും. എത്ര രൂപയാണെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് അപ്പോൾ അതൊക്കെ അകത്ത് കയറി ഒന്ന് കണ്ടിട്ട് വരാം. ഇതെന്തായാലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും അകത്ത് കയറി കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു സൈഡിൽ നിന്നൊക്കെ ഫുള്ള് ബലൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ആളൊക്കെ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏതായിരുന്നു ദിവസം മറന്നു പോയിട്ടോ ഞാൻ. ബുധൻ വ്യാഴാഴ്ചയാണേ, മെയ് 2-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിയാണ് സമയം. സമർഖണ്ഡിലെ രജിസ്ഥാൻ സ്ക്വയറിൻ്റെ അവിടെ കണ്ടില്ലേ. അപ്പോൾ ഞാൻ എന്തായാലും അകത്തോട്ട് പോയിട്ട് അതിനകത്ത് കയറട്ടെ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ നടന്ന് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. അതാണ് അതിൻ്റെ കാസ എന്നാണ് ടിക്കറ്റ്സിൻ്റെ ഉസ്ബെക്കിന് പറയുന്ന സംഭവം. സോ അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളൊന്നും നമുക്ക് അകത്ത് കൊണ്ട് കയറാനായിട്ട് പറ്റില്ല. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് നോക്കട്ടെ. 10 റേറ്റാണോ ഇല്ലയോ നമുക്കറിയത്തില്ല. ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കട്ടെ. 65,000 ആണോ? അപ്പോൾ 65,000 സോമാണ് ആക്ച്വലി ഈ പറയുന്ന എന്താ പറയുക രജിസ്ഥാൻ സ്ക്വയറിനകത്തേക്ക് കയറിയിട്ട് ഈ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ അടുത്ത് കാണുകയും ഫോട്ടോ എടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചാർജ് കേട്ടോ. 65,000 സോം എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 500-400 ആ ഒരു റേറ്റിനകത്താണ് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിതേ അകത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രജിസ്ഥാൻ സ്ക്വയറിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് രജിസ്ഥാൻ സ്ക്വയറിനകത്ത് കയറിയിട്ട് നമ്മൾ ആ 3 മദ്രസയുടെയും കറക്റ്റ് സെൻട്രലായിട്ട് നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ അവിടെയായിരുന്നു നിന്നിരുന്നത്. അവിടെ നിന്നിട്ട് നമ്മൾ ഇപ്പം ഈ മദ്രസയുടെ ഒക്കെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കയറാം ആക്ച്വലി. അതുപോലെ തന്നെ അവിടെ കണ്ടില്ലേ റീൽസ് എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു സാധനം വെച്ചേക്കുന്നുണ്ടോ. അപ്പോൾ അതിനകത്ത് നിന്നിട്ട് മറ്റേ കറങ്ങി ലൈറ്റൊക്കെ വെച്ചിട്ട് റീൽസൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുൾ ബിസിനസ് തന്നെ. അതുപോലെ തന്നെ 3-ാമത്തെ മദ്രസ ഇവിടെ അടിപൊളി. ഒരുപാട് ആൾക്കാർ ഇവിടെ വരികയും ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ നിന്ന് ചറ ഫോട്ടോകളും സാധനങ്ങളൊക്കെ ക്ലിക്കൊക്കെ ചെയ്യുന്നുണ്ട്. മദ്രസയും പക്ഷേ നല്ല ഒരു പഴയ പെയിൻറ്റിങ് ആണ് കേട്ടോ. ആ ഒരു
വെയിലടിക്കുമ്പോഴത്തേക്ക് അത് തിളങ്ങുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം. തന്നെ ഇത് രാത്രി ആകുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു സ്പോട്ട് ലൈറ്റൊക്കെ അടിച്ചിട്ട് നല്ല രസമായിരിക്കും ഇത് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് കാണാനൊക്കെ ആയിട്ട് ഇത് ആ ഒരു ഗ്യാലറിയിൽ ആൾക്കാരും സംഭവങ്ങളൊക്കെ വന്ന് നിറഞ്ഞിരിക്കും ആ ഒരു പ്രോഗ്രാം കാണുന്നതിന് വേണ്ടിയിട്ട്. ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ആർക്കിടെക്ചറും പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സംഭവം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ കുറേ ആൾക്കാർ പല പല ടൈപ്പിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഫോട്ടോസ് പോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി ഫോട്ടോ പോസിങ് ആണ്. അതൊന്നും നമ്മുടെ ഏഴേലത്ത് വരത്തില്ല. നമ്മുടെ ഏഴേലത്ത് എടുക്കുന്നില്ലല്ലോ. ഇവരുടെ നമ്മളൊന്നും ഒന്നും അല്ല ആക്ച്വലി. നമ്മുടെ റീൽസിലൊക്കെ ആൾക്കാർ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഒന്നും അല്ല. ഇതൊക്കെയാണ് പോസിങ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഇത് കണ്ടില്ലേ? അയ്യോ, അടിപൊളി. നല്ല രസമുണ്ട് കേട്ടോ ഫുള്ള് ഇതേനൊക്കെ. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറേ സെയിം ടൈപ്പിലുള്ള ബ്ലൂയിഷ് കളറിലുള്ള കുറേ ഷെയ്ഡിൽ നല്ല രീതിയിൽ അവർ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഇത് സമർഖണ്ഡിലെ ആ ഒരു മധ്യസ്ഥയുടെ അകത്ത് നമ്മൾ വന്നതാണ്. വന്നു കഴിയുമ്പോഴത്തേക്കും അകത്ത് കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് നമുക്ക് ആ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കാണാനൊക്കെ ആയിട്ട്. അതിനകത്ത് എന്തോ ഒരു സംഭവമുണ്ട്. ആൾക്കാർ അങ്ങോട്ട് പോകുന്നത് എന്താണെന്ന് നോക്കട്ടെ. ഇതിനകത്തൊരു രക്ഷയില്ല കേട്ടോ. നോക്കിക്കേ ഈ പെയിൻറ്റിങ്ങുകൾ. എൻ്റെ മോനെ കിട്ടില്ല. അതല്ല ലൈറ്റ് തീമൊക്കെ കൊടുത്തിട്ട് ആ കളർ ഗ്രേഡിങ് ഒക്കെ വെച്ചിട്ട് നോക്കേ. ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. ആ ഒരു സൈഡ് നോക്കിക്കേ. എൻ്റെ മോനെ വല്ലാത്തൊരു ഫീലിങ്സ്. ആ മുകളിലത്തേക്ക് പെയിൻറ്റിങ്സ് നോക്കിക്കേ. എൻ്റെ മോനെ സമയം ഏകദേശം ഒരു 5 മണിയാവുന്നു. നമ്മളിവിടെ രജിസ്ഥാൻ സ്ക്വയറിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് ഫുള്ള് നമ്മൾ രജിസ്ഥാൻ സ്ക്വയറിൽ തന്നെ ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ വൈകുന്നേരത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. എഴുതി നോക്കിയാണ് ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ രജിസ്ഥാൻ സ്ക്വയറിൽ നിന്ന് പതുക്കെ പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് റൗണ്ട് അടിച്ച് വരണം. എന്നിട്ട് എന്തെങ്കിലും ചെറിയ സ്നാക്സ് എന്തെങ്കിലും കഴിക്കണം. അപ്പോഴത്തേക്ക് രാത്രിയാവും. രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സമർഖണ്ഡിലെ ആദ്യത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ് ആക്കും. ആൻഡ് ദെൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. രജിസ്ഥാൻ സ്ക്വയറിൻ്റെ സൈഡിൽ കുറേ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നല്ല പൂവൊക്കെ അടിപൊളിയായിട്ട് സെറ്റപ്പൊക്കെ ആക്കി വെക്കുന്നുണ്ട്. കുറേ ആൾക്കാർ പൂവൊക്കെ റെഡിയാക്കുന്നു. അവിടെ കരിമോവിൻ്റെ ഫോട്ടോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കുള്ള ഒരു എന്താ പറയുക, ഒരു സ്ട്രീറ്റ് സംഭവം നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ കണ്ടില്ലേ പാർക്കും കാര്യങ്ങളൊക്കെ, ആൾക്കാരൊക്കെ ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഒരു ഹാപ്പനിങ് ഏരിയ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ കേട്ടോ. രജിസ്ഥാൻ സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഒരു സമർഖണ്ഡിൽ വരുന്ന ആൾക്കാർ കൂടുതലായിട്ട് ഈ ഒരു രജിസ്ഥാൻ സ്ക്വയറും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് ഇങ്ങനെ വന്ന് നിന്നുമൊക്കെ പോയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ നടക്കുകയാണ്. അപ്പോൾ രജിസ്ഥാൻ സ്ക്വയറിൻ്റെ സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇവിടെ കുറേ സൈക്കിളുകളൊക്കെ വെച്ചേക്കുന്നു. ഈ ഒരു സൈക്കിൾ നോക്കിക്കേ. ഇത് കയറിയിട്ട് എങ്ങനെ ചവിട്ടി പോകാനാണോ പോകുന്നത് കണ്ടില്ലേ. പിന്നെ ഇവിടെ ആൾക്കാരെയൊക്കെ കയറ്റിക്കൊണ്ട് പല സ്ഥലങ്ങളിലോട്ട് പോകുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കരിമോവാണെന്ന് തോന്നുന്നു ആ പ്രതിമ, ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ. പിന്നെ ഇവിടെയൊക്കെ കണ്ടില്ലേ കുറേ ടൈപ്പ് കളർഫുൾ സൈക്കിളുകളും നോർമൽ സൈക്കിളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവശ്യമുള്ളവർക്ക് ഏതാതെ സൈക്കിളുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് ചവിട്ടി പോവുകയോ വരികയോ ഒക്കെ ചെയ്യാം. കണ്ടില്ലേ ഇവിടെ പല ടൈപ്പ് പല രീതിയിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ്. നൈസ്. അത് ഇസ്ലോം കരിമോവ് തന്നെയാണ്. ഫസ്റ്റ് പ്രസിഡൻ്റ് ആയിരുന്നു ഉസ്ബെക്കിസ്ഥാൻ്റെ. പുള്ളിയുടെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ അതിനടുത്ത് എന്തൊക്കെ ഐറ്റംസും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് കണ്ടില്ലേ. ഇവിടേക്ക് നമ്മൾ നാളെ വരാൻ വേണ്ടി ഇരുന്നതാണ്. ഇതാണ് ഇസ്ലോം കരിമോവ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്കിത് ആ ഒരു രജിസ്ഥാൻ സ്ക്വയറിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ ഇവിടെ നിന്ന് ഇവർ എടുത്തുകൊണ്ടില്ല. അവിടെ കൊണ്ട് ഇറക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ നാളെ എടുക്കുന്നു ആ മൂലയ്ക്ക് കൊണ്ടിറക്കുന്നു. ഈ സൈക്കിളുകളൊക്കെ കൊള്ളാം കേട്ടോ. എല്ലാവരും ചവിട്ടണം. സൈക്കിളിൽ പൈസ കൊടുത്ത് കയറുന്നവരെല്ലാവരും ചവിട്ടണം എന്നുള്ളൊരു ഇതിലൂടെ എല്ലാവർക്കും ചവിട്ടാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 5-6 സ്റ്റിയറിങ്ങും വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് വളച്ചെടുത്തുകൊണ്ട് പോകാനൊക്കെ ആയിട്ടുള്ള
വെറൈറ്റി ടൈപ്പ് സൈക്കിളാണ് കേട്ടോ. ബോക്സിങ് അറിയാവർക്ക് ഇടിച്ചു പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം വെച്ചിട്ടുണ്ട്. മറ്റേ അവിടെ എന്താ സംഭവം എന്നറിയാൻ പറ്റിയ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. സർക്കസോ ഇവിടെ വരെ ഒന്നല്ലേ, പോയി നോക്കിയിട്ട് വരാം. ഇതിന് എപ്പോൾ ഇരുട്ടാനാണോ ആവോ ഈശ്വര. സമയം 7 മണിയായി. ഇത് നോക്കിക്കേ, 6:57. 7 മണിയായിട്ടുള്ള അവസ്ഥയാണ്. നോക്കിക്കാണ്, ഇത് ഇരുട്ടിയിട്ട് ലൈറ്റും കണ്ടിട്ട് വീട്ടിൽ പോവാന്ന് വെച്ചാൽ നടക്കുമെന്ന് തോന്നുന്നില്ലല്ലോ. ഇവിടെ ഇപ്പോഴും നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ മോനെ, ഇതിന് എപ്പോൾ ഇരുട്ടാവാനാവോ. വെയിറ്റിംഗ്. അപ്പോൾ ഇപ്പം രജിസ്ട്രാൻ ഫ്ലോറിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട്. പക്ഷേ എന്നിട്ട് ഇരുട്ടിയിട്ടില്ല കേട്ടോ. മണി 7-7:30 ഇതുവരെയായിട്ട് നേരെ ഇരുട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സംഭവം. ഇഷ്ടംപോലെ ആൾക്കാർ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. സൂപ്പർ അല്ലേ, നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് ആക്ച്വലി കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ എടുത്തപ്പോഴത്തേക്ക് ഇവിടെ കണ്ടില്ലേ, നല്ല നൈറ്റ് ലൈഫ് ടൈപ്പുള്ള കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവർ ഇങ്ങനെ 2 സൈഡിലും ആൾക്കാരൊക്കെ വന്നിരുന്ന് കഴിക്കുന്നു. ഗ്രില്ലിലുള്ള കമ്പിയിൽ കുത്തിയ സാധനങ്ങളും ചാർക്കോളും ഐറ്റംസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല വൈബ് സ്ഥലമാണ്. പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആൾക്കാരിരുന്ന് വെള്ളം അടിക്കുന്നുണ്ട്, ബിയർ കഴിക്കുന്നുണ്ട്. വിഷയം വൈബ്. അപ്പോൾ നമ്മളങ്ങനെ സമർക്കണ്ടിലെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മളത് തിരിച്ച് റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സമർക്കണ്ടിലെ ആദ്യ ദിവസത്തെ കാഴ്ചകളും സംഭവങ്ങളാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം വരെയുള്ള വീഡിയോകളിലെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. സമർഖണ്ഡിലെ മറ്റൊരു അടിപൊളി വിശേഷവും അടുത്ത എപ്പിസോഡിൽ കാണുമ്പോൾ ബൈ ഫ്രം ട്രാവലിംഗ് ടെക്കി.